നമസ്കാരം, എല്ലാവർക്കും VR ഇലക്ട്രോണിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിത് പറയാൻ പോകുന്നത് വളരെ ഈസിയായി ആർക്കും നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു ആംപ്ലിഫയറിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ, അതിൽ കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ എന്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരൂ. ഓക്കെ, നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മുടെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് 2N 3055 എന്ന് പറയുന്ന ഈ ഒരു ട്രാൻസിസ്റ്റർ ആണ് നമ്മുടെ മെയിൻ കമ്പോണന്റ്. അപ്പം ഇത് ഒരെണ്ണം വേണം. പിന്നെ നമുക്ക് വേണ്ട എന്ന് പറയുന്നത് 680 ഓംസിന്റെ ഒരു റെസിസ്റ്റർ ആണ്. പിന്നെ നമുക്കൊരു ഇൻഡിക്കേഷൻ ആയിട്ട് ഒരു LED വേണം. പിന്നെ നമുക്ക് ആവശ്യം വരുന്നത് നമുക്ക് വോളിയം കൺട്രോളർ ആണ്. പിന്നെ നമുക്ക് 40 ടേൺസിന്റെ ഒരു ഇൻഡക്ടർ വേണം. പിന്നെ 2200 മ്യൂഫ് 25 വോൾട്ടിന്റെ കപ്പാസിറ്റർ വേണം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കപ്പാസിറ്റർ അല്ലെങ്കിൽ 1000 മ്യൂഫിന്റെ 16 വോൾട്ടിന്റെ കപ്പാസിറ്ററോ ഒരു 1000 2200 മ്യൂഫിലായിട്ട് എനിക്ക് കപ്പാസിറ്റർ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ട ഒരു കമ്പോണന്റ് എന്ന് വെച്ചാൽ സ്പീക്കറിന്റെ ജാക്കാണ്, സോക്കറ്റാണ്, സ്പീക്കർ സോക്കറ്റ്, അതൊരെണ്ണം വേണം. പിന്നെ നമുക്ക് അത് ഓഡിയോ ഇൻ സോക്കറ്റ് വേണം. ഇതൊരു മോണോ ആയതുകൊണ്ടാണ് ഞാൻ ഡബിൾ സോക്കറ്റ് എടുക്കാറ്, സിംഗിൾ സോക്കറ്റ് മതി മോണോ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, നമുക്ക് അപ്പം അസംബ്ലിംഗ് വീഡിയോ കിടക്കാം. ഇത് സിമ്പിളായിട്ടൊരു സർക്യൂട്ടാണ്, ആർക്കും ചെയ്തെടുക്കാൻ സാധിക്കുന്ന സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ട്രാൻസിസ്റ്റർ യൂസിങ്ങിലോട്ട് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുമ്പോഴേക്ക് ഞാനത് പറയാൻ പറ്റുമോ, ഈ ഒരു യൂസിങ് എന്ന് പറയുന്നത് ഞാനൊരു തൈരിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തതാണ്. നമ്മുടെ പഴയ എന്താ പറയുക, ഈ ഡിവിയിലൊക്കെ നമ്മൾ കവർ കട്ട് ചെയ്തെടുത്തതാണ്. ഇവിടെ ഞാൻ കറക്റ്റായിട്ട് ഹോൾ ഇട്ടു. പിന്നെ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫോണിൻ്റെ കവറിൻ്റെ ബോക്സാണ്, അത് ഞാൻ പറയാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ട്രാൻസിസ്റ്റർ, അപ്പോൾ ഈ ഒരു സാധാരണ ട്രാൻസിസ്റ്റർ സെറ്റ് ചെയ്യുന്ന പോലെയല്ല ഈ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ ഹീറ്റ് സിങ്ക് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം നമ്മളിങ്ങനെ സെറ്റ് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ലെഗുകൾ തമ്മിൽ ഒരു കാരണവശാലും ഹീറ്റ് സിങ്കോടെ ടച്ച് ചെയ്യരുത്. ഇതിന് 2 ലെഗുകളുള്ളൂ. സാധാരണ ട്രാൻസിസ്റ്ററിന് 3 ലെഗുണ്ട്. അപ്പം ഇതിനും ബേസ് മീറ്ററും കളക്ടറും ഉണ്ട്. കളക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് കളക്ടർ. അപ്പം ഇത് ഒരു കാരണവശാലും ഈ ലെഗ് നമ്മൾ അല്ല സാധാരണ സ്ലീവ് ഇട്ട് കൊടുക്കും, അതായത് 2 ലെഗിനും സ്ലീവുകൾ ഇട്ട് കൊടുക്കും. പക്ഷെ നമ്മളിപ്പോൾ സ്ലീവ് ഇല്ല, അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അതൊരു മുട്ടാതെ ടൈറ്റ് ചെയ്യണം. അതിനുമ്പോൾ നമുക്ക് ഇതിന് ശകല ഹീറ്റ് സിങ്ക് പേസ്റ്റ് പറയാം. ഇത് അങ്ങനെ കണ്ടമാനം വാരി വെച്ച് തേക്കരുത്, ശകല തേക്കാളും ഒത്തിരി തേക്കരുത്. ഓക്കെ, കറക്റ്റായിട്ട് സീറ്റ് ചെയ്യുക, കറക്റ്റ് നട്ട് വരും. ഓക്കെ, ഓക്കെ, നമ്മൾ രണ്ടാമത്തെ നട്ട് ഇരിക്കുക. ഈ രണ്ടാമത്തെ നട്ട് ഇട്ടതിന് ശേഷം ആണ് ഈ രണ്ടാമത്തെ നട്ടം നമ്മൾ ഒരു വയറും കൂടെ ഇട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, അതിനകത്ത് ഇത് കളക്ടറിലേക്കാണ്, അതുകൊണ്ടാണ് 2 വയറും കൂടെ ഇടുന്നത്. ഇതിൻ്റെ എല്ലാം കണക്ഷനെല്ലാം കൊടുത്തിരിക്കുകയാണ്. ഞാനിത് എളുപ്പം വീഡിയോ ലെങ്ത് ഒത്തിരി കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് എൻ്റെ ലൈൻ കൊടുക്കുന്നത് കാണിച്ചില്ല. ഞാൻ പെട്ടെന്ന് ലൈൻ പറഞ്ഞുതരാം. അതായത് ഇത് ബേസ്, ഇതാണ് ബേസ്, ഇത് എമിറ്റർ, ഇത് കളക്ടർ. നമ്മൾ ബേസിൽ നിന്ന് എമിറ്ററിലേക്ക് ഒരു റെസിസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഇത് ബേസിന് ഒരു അതായത് കപ്പാസിറ്ററിലോട്ട് വരേണ്ട ലൈനാണ്. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വീഡിയോയുടെ അവസാനം ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഇത് നമ്മുടെ നെഗറ്റീവ്, അതായത് എമിറ്ററാണ് നെഗറ്റീവ് ഇടുന്നത്. എമിറ്റർ നെഗറ്റീവും ഓഡിയോ ഇന്നും ഇടുന്നത് ഈ 2 വയറിൽ നിന്നാണ്. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. അപ്പം നമ്മൾ നമ്മുടെ ഓഡിയോയുടെ ഇത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ വെള്ള വയറാണ് ഗ്രൗണ്ട് വരുന്നത്, എവിടെയാണ് ഗ്രൗണ്ട് വരുന്നത്. ഇതാണ് നമ്മുടെ റൈറ്റോ ലെഫ്റ്റോ ഏതൊരു ചാനലിൻ്റെ എണ്ണി വരുന്നത്. ഓക്കെ, നമ്മുടെ ആംപ്ലിഫയറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ചെയ്യുന്ന വീഡിയോ ഇങ്ങോട്ട് വിശദീകരിച്ചില്ല. വീഡിയോ ലെങ്ത് ഒത്തിരി കൂടിപ്പോയിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ കറക്റ്റായിട്ട് വീഡിയോയുടെ അവസാനം ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് ഓഡിയോ ഇൻപുട്ട്,
നമ്മുടെ വോളിയം കൺട്രോൾ ഇവിടെ നേരെ അതായത് ഇതിന്റെ ഗ്രൗണ്ട് ഒക്കെ എല്ലാം കോമൺ ആണ്. അപ്പൊ ഞാൻ ഒത്തിരി വിശദീകരിച്ച് എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഇപ്പൊ ഞാനത് സർക്യൂട്ട് ഇല്ലാത്ത ചെറിയ അഡീഷണൽ LED-ക്കൊക്കെ ഒരു 1K റെസിസ്റ്റർ ഒക്കെ ആയിട്ട് അത് നേരിട്ട് സപ്ലൈ എടുക്കുകയാണ്. 1K റെസിസ്റ്റർ ഇട്ടാണ് LED കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് കണക്ഷൻ എന്നുള്ളത്. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്കിത് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമ്മളിത് പശ അടിച്ചാണ് ഒട്ടിക്കുന്നത്. നമ്മളിത് എന്താ പറയാ, അധികമായിട്ട് ഒഴിച്ച് ഒട്ടിക്കാതിരിക്കുകയാണ് നല്ലത്. നമുക്ക് എന്തെങ്കിലും ആവശ്യം പിന്നെ എടുക്കണമെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഓക്കെ, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. നമുക്കത് സെല്ലോ ടേപ്പറിന്റെ ഫില്ല്. ഓക്കെ, നമ്മുടെ ആംപ്ലിഫയറിന്റെ എല്ലാ വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നല്ലൊരു ഫിനിഷിങ്ങോടെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓഡിയോ ഇനി വരുന്നത്. ബാക്കി ഇത് സ്പീക്കർ ഔട്ട്പുട്ട്. ഈ ഒരു വയർ എന്ന് വെച്ചാൽ അഡീഷണൽ ആണ് സ്പീക്കറോട് കൊടുക്കാനായിട്ട് ഒരു നെഗറ്റീവ് വയർ ചുമ്മാ എടുത്തിരിക്കുന്നതാണ്. അപ്പം ഇത് നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് ഇതിലുള്ള കണക്ഷൻസ് കാര്യമൊക്കെ. അപ്പം നമുക്ക് എന്തൊരു വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പം നമുക്ക് അതിന്റെ ലാസ്റ്റായിട്ട് അവസാനമായിട്ട് അതിന്റെ സീറ്റിങ്ങിനായിട്ട് രണ്ട് എന്താ പറയുക 4 ലെഗും കൂടെ കണക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ അതിന്റെ എല്ലാം കണക്ഷനും എല്ലാം കൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു 1 ആമ്പിയറിന്റെ ചെറിയൊരു ട്രാൻസ്ഫോമറാണ് ഇതിന് പവർ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു 4 ഇഞ്ച് വൂഫറാണ്. ഈ 4 ഇഞ്ച് വൂഫർ നമ്മൾ ഒരു 8 ഇഞ്ച് വൂഫറും കൂടെ കൊടുത്തു നോക്കുന്നുണ്ട് ഇതിന്റെ പവർ അറിയാനായിട്ട്. ഓക്കെ, നമുക്കിന്റെ പവർന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ കണക്ട് ചെയ്യുന്ന ഒരു 8 ഇഞ്ച് 40 വാട്ട്സിന്റെ വൂഫറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ പവർന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, എനിക്ക് പറയാനായിട്ട് നല്ലൊരു ആംപ്ലിഫയർ ആണ്. അപ്പൊ ഈ ഒരു എന്താ പറയാ ഹെവി ആയിട്ടുള്ള ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല, വലിയ ഹീറ്റിംഗ് ഒന്നും ഇല്ല. അപ്പം എന്താ പറയാ എനിക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ സൈൻ ഔട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് സംശയമോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ ഈ വീഡിയോ സൈൻ ഔട്ട് ചെയ്യുകയാണ്. അപ്പം എന്റെ അതായത് ഈ ഒരു സർക്യൂട്ട് ഞാൻ ഈ വീഡിയോ അവസാനം വിടുന്നതായിരിക്കും. ഓക്കെ, നമുക്കൊരു അടുത്തൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ.